അതിൽ ഏറ്റവും സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിന് കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. അയാളുടെ പേര് മുഹമ്മദ് മുൻഷിൻ. അദ്ദേഹമാണ് ഈ സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിൻ്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത് പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആക്ടിൽ നിന്ന് നമുക്കത് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോലീസിന് പറ്റി. വാഹനം ട്രേസ് ചെയ്യുന്ന അടക്കവും മറ്റ് തുടർന്നുള്ള നടപടികളെല്ലാം വളരെ ത്വരിതപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞു. മഞ്ചേരിയിൽ ഇന്നലെ വൈകി നടന്ന ഒരു ഗോൾഡ് റോബറി, അപ്പോൾ അത് ഇന്നലെ തന്നെ ഡിറ്റക്റ്റ് ആക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു 6:30 ആ സമയത്ത് നടന്നിരുന്ന ആ റോബറിയിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവറി നടപടികളടക്കമുള്ള കാര്യങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. അതിലൊരു ബെൻസുവിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 3-മതൊരാളെ നടപടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും ആ ഒരു സാഹചര്യം, വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയം, പ്രത്യേകിച്ച് നോമ്പുകാരുടെ സമയമെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. അതിൽ ഏറ്റവും സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിന് കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. അയാളുടെ പേര് മുഹമ്മദ് മുൻഷിൻ. അദ്ദേഹമാണ് ഈ സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിൻ്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത് പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആക്ടിൽ നിന്ന് നമുക്കത് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോലീസിന് പറ്റി. വാഹനം ട്രേസ് ചെയ്യുന്ന അടക്കവും മറ്റ് തുടർന്നുള്ള നടപടികളെല്ലാം വളരെ ത്വരിതപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഭംഗിയായിട്ടത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തത് എൻറ്റയർലി എൻ്റെ ടീമാണ്. അതിൽ DYSP മലപ്പുറം ശ്രീ ബിജു, ASP ഡോക്ടർ നന്ദഗോപൻ IPS, ഇവരുടെ നേതൃത്വത്തിലുള്ളൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ടീം എഫേർട്ടായിരുന്നു. അലോങ് വിത്ത് പെരിന്തൽമണ്ണ DYSP പ്രേംജിത്തിൻ്റെ ടീമിൻ്റെ വർക്ക് അവിടെ നിന്നും വിഷ്ണുവും, ഇൻസ്പെക്ടർ വിഷ്ണുവും, പിന്നെ എൻറ്റയർ ടീം ഇന്നലെ രാത്രി ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. എനിവേസ് അത് സക്സസ്ഫുള്ളായിട്ട് നമുക്കത് പരിസമാപ്തിയിൽ കൊണ്ടുവന്നെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് വിൽ ഫോളോ. ഈ ശിവേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് പ്രിറ്റി മച്ച് ഓഫ് ക്രിമിനൽ ആൻറ്റിസിഡൻസ്. ആൾക്ക് ഒരു റോബറി കേസിലെ പ്രതിയാണ്, പോക്സോ കേസുണ്ട്, NDPS കേസുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇയാളെ തന്നെയാണ് ഈ ജ്വല്ലറിയിൽ ജോലിക്ക് നിയോഗിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഇയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച സമയത്ത് വിശ്വാസമുള്ള 2 പേരും കൂടി കൂട്ടി ഇത് സ്റ്റേജ് ചെയ്ത് പേരറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർ വന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാനും കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്ങിൽ തന്നെ അതും തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ASPയുടെ നേതൃത്വത്തിലുള്ള ടീം അത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ വെളിവായി. ഈ ജ്വല്ലറിയിലെ എല്ലാ കാര്യങ്ങൾക്കും കഴിഞ്ഞ 3 മാസമായിട്ടുള്ള വളരെ ചെറിയ പീരീഡാണ്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ പോലീസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്പീൽ എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് തന്നെ നടത്തുന്ന ജോലികൾക്കൊക്കെ എടുക്കുമ്പോൾ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500-550 രൂപ താഴെയുള്ള വളരെ ചെറിയൊരു പേയ്മെൻറ്റിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി മെർച്ചൻസ്, ഗോൾഡ് മെർച്ചൻസ് അല്ലെങ്കിൽ ഹൂവറിറ്റീസ്, അങ്ങനെ ഹൈ വാല്യൂ ഐറ്റംസ് അല്ലെങ്കിൽ മണി ഹാൻഡിൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഒരു വളരെ ചെറിയ ചിലവിൽ ഇവരുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് അറിയാനുള്ള സംവിധാനം നിലവിൽ സർക്കാർ സംവിധാനത്തിലുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു ലെറ്ററായിട്ട് തന്നെ എല്ലാ മെർച്ചൻ്റ് അസോസിയേഷൻസിനും കൊടുക്കാനായിട്ടാണ് കാണുന്നത്. കാരണം ഇതൊരു വരുത്തിവെച്ച ഇതായിട്ടാണ് അങ്ങനെയും കൂടി കാണാം. കാരണം ക്രിമിനൽ ആൻസിഡൻസ് നമ്മുടെ റൗഡിയും കൂടിയാണ്. ഇൻഫാക്ട് പെരിന്തൽമണ്ണയിലുള്ളൊരു റൗഡി ബാക്ക്ഗ്രൗണ്ടുള്ളതാണ്. ഒരു എംപ്ലോയ്മെൻറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈ വാല്യൂ ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുമ്പം നോക്കേണ്ട ഒരു അബണ്ടൻ കോഷൻ ഇല്ലാതെ പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. റോബറി കേസുണ്ട്, ഒരു 308 കേസുണ്ട്, ഒരു NDPS ഉണ്ട്, പിന്നെ ഒരു പോക്സോ കേസുണ്ട്. 4 കേസുകൾ
നമുക്ക് തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. അല്ല മറ്റേ അല്ല ബന്ധു, ചേട്ടനാണോ? ചേട്ടനാണ്, കസിൻ ബ്രദറാണ്, നേരെ ബ്രദറാണ്, സഹോദരങ്ങളാണ്. ബെൻസു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ബെൻസു ശിവേഷിന്റെ വീട്. ബെൻസു തന്നെയാണല്ലോ. ബെൻസു തന്നെ ഞാൻ നോട്ട് തരാം അതിനകത്ത് കൃത്യമായിട്ട്. ആ ഇവർ രണ്ടുപേരും ബേസിക്കലി ഇവർ 3 പേരും കൂടി സ്റ്റേ ചെയ്തു. ഇതിന്റെ ഒരു പില്യൺ റൈഡർ ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആ ജോലിയിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയക്കുറവിനെ നല്ല രീതിയിൽ മുതലാക്കിയിട്ട് അപ്പോൾ ഇവർ 1-2 ഷോപ്സിൽ വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഈ ശിവേഷ് വണ്ടി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലെ ഒരു ഡൗട്ട് മറ്റേയാൾക്ക് തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട്.